നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 639th day. Today 31st sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 639 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായ വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം തത്സത്. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാഃ പ്രിയാഃ പരമഹംസാനാം ത ഏവ ഹ്യച്യുതപ്രിയാഃ. ഓം തത്സത്. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാഃ പ്രിയാഃ പരമഹംസാനാം ത ഏവ അച്യുതപ്രിയാ ഹ്യച്യുതപ്രിയാ. ഓം തത്സത്. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാഃ പരമഹംസാനാം ത ഏവ തേ ഏവ എന്നുള്ള ത ഏവ അച്യുതപ്രിയാഃ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. പരമഹംസാനാം പരമഹംസന്മാർക്ക്, പ്രിയാഹ പ്രിയങ്ങളായ, ഭാഗവതാധർമ്മ ഭാഗവത ധർമ്മങ്ങൾ, പ്രായേണ അധികമായിട്ട്, കിം വാ ന നിരൂപിത. അങ്ങനെയാണ് ആദ്യത്തെ. കിം വാ ന എടുത്തിട്ട് നിരൂപിത. കിം വാ ന നിരൂപിത, നിരൂപണം ചെയ്യപ്പെടാത്തത് കൊണ്ടോ. ഹി എന്തുകൊണ്ടെന്നാൽ ഹി ഹേ അച്യുതപ്രിയ എന്നുള്ളത് ഹി അച്യുതപ്രിയ അങ്ങനെയാണ് വരുന്നത്. ഹി എന്തുകൊണ്ടെന്നാൽ ത ഏവ തേ ഏവ അവ തന്നെ അച്യുതന് പ്രിയമായിട്ടുള്ളത് കൊണ്ട്. തേ ഏവ അച്യുതപ്രിയ ഭഗവാന് പ്രിയങ്ങളായിട്ടുള്ളത്. അതായത് ആത്മാവിൻ്റെ തൻ്റെ സ്വന്തം ആത്മാവിന് തൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു അസംതൃപ്തി തോന്നുന്നത് കൊണ്ട് അതിൻ്റെ കാരണങ്ങൾ വ്യാസഭഗവാൻ സ്വയം അന്വേഷിക്കുകയാണ്. അദ്ദേഹം സ്വയം ആത്മഗതമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ഭാഗവത ധർമ്മങ്ങൾ അധികമായിട്ട് നിരൂപണം ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് ഇപ്പിടി ഈ മാതിരി അസംതൃപ്തി തോന്നുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയം, അച്യുതന് ഏറ്റവും പ്രിയമായിട്ടുള്ളത് ഭാഗവത ധർമ്മങ്ങളല്ലേ. ആ ഭാഗവത ധർമ്മങ്ങൾ ഞാൻ നന്നായി നിരൂപണം കുറേ ഭാരതത്തിലും അവിടെ എവിടെയായിട്ടും ഭാഗവത ധർമ്മങ്ങൾ തന്നെയാണ് അദ്ദേഹം മുഴുവൻ വേദത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ആ ഭാഗവത ധർമ്മങ്ങൾ വളരെ നന്നായിട്ട് പറയാത്തത് കൊണ്ടായിരിക്കുമോ, ധാരാളമായിട്ട് പറയാത്തത് കൊണ്ടായിരിക്കുമോ എനിക്ക് എൻ്റെ ആത്മാവ് പ്രസാദിക്കാത്തത്, എനിക്ക് സ്വയം ആത്മതൃപ്തി തോന്നാത്തത് എന്ന് സ്വയം ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഭാഗവത ധർമ്മങ്ങൾ തന്നെയാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്ങളായിട്ടുള്ളത്. ഭാഗവതാ ധർമ്മ ഹി അച്യുതപ്രിയ, അച്യുതന് ഏറ്റവും പ്രിയമായിട്ടുള്ള ഈ ഭാഗവത ധർമ്മങ്ങൾ ഞാൻ പ്രായേണ നിരൂപണം നന്നായിട്ട് നിരൂപണം ചെയ്യാത്തത് കൊണ്ടാണോ ഭഗവാന്. പ്രായേണ എന്ന് പറഞ്ഞാൽ അധികമായിട്ടാണ്. പ്രായേണ അധികമായിട്ട്
നിരൂപണം ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് സ്വയം ഒരു തൃപ്തി തോന്നാത്തത്? ഭഗവാന് പ്രിയമായിട്ടുള്ള ഭാഗവത ധർമ്മങ്ങൾ നന്നായി നിരൂപണം ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ ഇപ്രകാരം ഒരു അസംതൃപ്തി തോന്നുന്നത് എന്ന് സ്വയം ചിന്തിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാഃ പ്രിയാഃ പരമഹംസാനാം. പരമഹംസന്മാർ, മറ്റുള്ള ഭഗവാനോട് വളരെയേറെ താല്പര്യമുള്ളവർ, ഭഗവാന് പ്രിയമായിട്ടുള്ള അവരെയാണ് പരമഹംസന്മാർ എന്ന് പറയുന്നത്. പരമഹംസാനാം തയേവ ഹ്യച്യുതപ്രിയ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.